നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. നമ്മുടെ എല്ലാ റെയിൽവേ വീഡിയോസിന്റെ താഴെ കുട്ടികൾ ചോദിക്കുന്ന ഒരു ഡൗട്ട് ഉണ്ട്. റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ വേക്കൻസി കൂടിയായിരുന്നു. അതായത് 32,000 വേക്കൻസിയിൽ നിന്ന് 70,000 വേക്കൻസിയിലേക്ക് ഇത് ഉയർന്നായിരുന്നു. എക്സാം എന്നാണ് നടക്കുന്നത്? ജൂലൈ 26-നല്ലേ കേസ് വരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എക്സാം വരത്തുള്ളൂ. പ്രത്യേകിച്ച് വേക്കൻസി കൂടാനായിട്ട് ചാൻസ് ഉണ്ടോ? അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മളെ ഹിന്ദി ചാനൽസ് ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് അവരെടുത്തിട്ട് അലക്കെയാണ് വേക്കൻസി കൂടി, നന്നായിട്ട് പഠിക്കുക. സത്യത്തിൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, ഇവിടെ നോക്കുക. ദാ ഈ കാണുന്നത് മിനിറ്റ്സ് ഓഫ് ദ PNM മീറ്റിംഗ് ബിറ്റ്വീൻ റെയിൽവേ ബോർഡ് ആൻഡ് നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ റെയിൽവേമാൻ ഹെൽഡ് ഓൺ 6th and 7th May 2025. കഴിഞ്ഞ മാസം മെയ് 6-7 തീയതികളിൽ നടന്ന ഈ ഒരു മീറ്റിംഗിന്റെ മിനിറ്റ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിന് മുമ്പായിട്ട് ഇതിൽ കുറെ പേരൊക്കെ പങ്കെടുത്തായിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. ഒഫീഷ്യൽ സൈഡിൽ നിന്ന് പങ്കെടുത്ത ആരൊക്കെയാണ്, ഫെഡറേഷന്റെ ഭാഗത്ത് നിന്ന് പങ്കെടുത്ത ആരൊക്കെയാണ്. അപ്പൊ ആ മിനിറ്റ്സിന്റെ ആ ഒരു മിനിറ്റ്സ് നമുക്ക് ഫസ്റ്റ് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിലെ ഫസ്റ്റ് പേജ് നോക്കാം. അതിനകത്ത് റെയിൽവേ 2023-24 ഫിനാൻഷ്യൽ ഇയറിൽ ജനറേറ്റ് ചെയ്ത റവന്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ 2.56 ലക്ഷം കോടി റവന്യൂ ആണ് എന്ത് ചെയ്തേക്കുന്നത്, ജനറേറ്റ് ചെയ്തേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര വലിയൊരു റവന്യൂ ജനറേറ്റ് ചെയ്തേക്കുന്നത്. അതിനകത്ത് ഇത്രയും സാലറിയും ബാക്കി എല്ലാം പോയിട്ട് അവിടെ ഉണ്ടാക്കിയ പ്രോഫിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 3,260 കോടിയാണ്. 3,260 കോടിയാണ് ആ ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടാക്കിയ പ്രോഫിറ്റ്. ഉറപ്പായിട്ടും ഈ വർഷം അതിനേക്കാളും കൂടുതലായിരിക്കും. ചിലപ്പം 2 മടങ്ങ് എന്തായിരിക്കും, കൂടുതലായിരിക്കും ലാഭം. കാര്യം ഇന്ത്യൻ റെയിൽവേ ഇപ്പം ഒരുപാട് പ്രീമിയം സർവീസിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ മുമ്പത്തെ മിനിറ്റ്സിലേക്ക് നമുക്ക് പോകാം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് മെയ് മാസത്തിലെ മിനിറ്റ്സ് ആണ്. ഇനി നമ്മൾ ഏപ്രിൽ മാസത്തിലെ മിനിറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മീറ്റിംഗ് അവർ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2-3 മാസത്തിലൊരിക്കലോ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മീറ്റിംഗ് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഏപ്രിൽ മാസത്തിലെ മീറ്റിംഗ് നോക്കുകയാണെങ്കിൽ അതിന്റെ മിനിറ്റ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പോവാം. സോ അവിടെ പറയുന്ന നോക്കുക, അവിടെ 37-ാമത്തെ പോയിന്റ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. 37-ാമത്തെ പോയിന്റ് ഇതാണ്: റിക്രൂട്ട്മെന്റ് ഓഫ് ഗ്രൂപ്പ് ഡി സ്റ്റാഫ് ഫോർ ദ ഇയർ 2025. 32,000 പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടന്നിരിക്കുന്നത്. പക്ഷേ അവിടെ എത്ര വേക്കൻസിയാണുള്ളത്? ഗ്രൂപ്പ് ഡിക്ക് മാത്രം 70,000 വേക്കൻസി ഉണ്ട്. സോ ഗ്രൂപ്പ് ഡിക്ക് മാത്രം 70,000 വേക്കൻസി അവിടെ കിടപ്പുണ്ട്. പക്ഷെ എത്ര വേക്കൻസിയിൽ മാത്രമേ ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളൂ? 32,000 വേക്കൻസിയിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളൂ. ഈ ഇഷ്യൂ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അവര് എസ്കലേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് വേക്കൻസിക്ക് അനുസരിച്ച് എന്ത് നടക്കുന്നില്ല, നിയമനം നടക്കുന്നില്ല. അത് അവരുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ നിലവില് ഈ ഒരു സംഭവം മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, നടന്നിട്ടുള്ളൂ. അതായത് വേക്കൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുമല്ല വേക്കൻസി. ഇതിന് മുമ്പ് നടന്നൊരു ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു RTI കൊടുത്തപ്പോൾ അവിടെ റെയിൽവേയുടെ ഗ്രൂപ്പ് സി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഡി വരെ വരുന്ന ഇതിനകത്താണ്, ഗ്രൂപ്പ് സിക്കകത്താണ്. ഇത് നമ്മൾ ഗ്രൂപ്പ് ഡി എന്ന് പറയത്തില്ല, പകരം ഗ്രൂപ്പ് സിയിലെ ലെവൽ 1 പോസ്റ്റ് ആണ് നമ്മൾ പഴയ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും താഴെയുള്ള പോസ്റ്റ് ആണ്. അപ്പൊ അവിടെ നോക്കുക, ടോട്ടൽ നോക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ചേർത്തിട്ട് ലെവൽ 1 ഉൾപ്പെടെ, ഹവർ ദ ടോട്ടൽ നമ്പർ ഓഫ് വേക്കന്റ് പോസ്റ്റ് ഓഫ് ഗ്രൂപ്പ് സി ഇൻക്ലൂഡിംഗ് ലെവൽ 1, അതായത് ഗ്രൂപ്പ് ഡി അടക്കം NDPC പോസ്റ്റുകളിലേക്ക് മൊത്തം എത്ര വേക്കൻസി ഒഴിവുണ്ട്, 2,36,902 വേക്കൻസിയാണ് ഒഴിവിലുള്ളത്. അത് എന്ന് കൊടുത്ത ഡേറ്റ പ്രകാരം 1-3-2024, കഴിഞ്ഞ വർഷം മാർച്ച് മാസം കൊടുത്ത ഡേറ്റ പ്രകാരം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, വീണ്ടും 1 വർഷവും 2 മാസം കഴിഞ്ഞായിരുന്നു. അപ്പൊ എന്ത് ചെയ്യും, ഇതിനേക്കാൾ വേക്കൻസി കൂടാനാണ് ചാൻസ് ഉള്ളത്. ഇവിടെ നോക്കുക, ഇത്രയും വേക്കൻസി ഒഴിവുണ്ട്. എത്രയാണ്? 2,36,902 വേക്കൻസിയാണ് മൊത്തത്തിൽ ഒഴിവിലുള്ളത്. അതായത് ഗ്രൂപ്പ് സി അടക്കമാണ് ഞാൻ എന്ത് ഈ ഡേറ്റ പറയുന്നത്. അപ്പൊ അതിനകത്ത് ഗ്രൂപ്പ് ഡി അവർ തന്നെ പറയുന്നുണ്ട്, ആരാ, റെയിൽവേ മെൻ തന്നെ പറയുന്നുണ്ട്, അവരുടെ അസോസിയേഷൻ തന്നെ പറയുന്നുണ്ട് എത്ര വേക്കൻസി ഒഴിവിലുണ്ട്, 70,000 വേക്കൻസി ഒഴിവിലുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അവരതിനെ എസ്കലേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാലും നമുക്കറിയാം ഗ്രൂപ്പ് ഡിയുടെ പ്രത്യേകത ഏറ്റവും പാടുള്ള ഒരു ജോലിയാണ്. പ്രത്യേകിച്ച് ട്രാക്കിലെ ജോലികൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അവിടെ നമുക്ക് വർക്ക്ഷോപ്പിലെ ജോലി മാത്രമേ പിന്നെയും കുറച്ച് എളുപ്പമുള്ളൂ, പിന്നെ അല്ല, അത് അത്യാവശ്യം സുഖമാണ്. പക്ഷേ ബാക്കി ട്രാക്ക് മാൻ അതേപോലുള്ള ജോലികളൊക്കെ എന്താണ്, പാടാണ്. അവരുടെ വർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഇഷ്യൂല് പറയുന്ന വേക്കൻസിക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല, നിയമനം നടക്കുന്നില്ല. അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ വേക്കൻസി കൂടാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും വേക്കൻസി കൂടാൻ ചാൻസ് ഉണ്ട്. വേക്കൻസി കൂട്ടിയേ പറ്റത്തുള്ളൂ. കാര്യം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് നാട്ടിലെ ആൾക്കാർക്ക് എന്ത് കൊടുക്കുക, തൊഴിൽ കൊടുക്കുക. അപ്പൊ നമ്മൾ ഇത്രയും ടാക്സ് കൊടുക്കുന്നുണ്ടല്ലേ, അത് ആസ് എ സിറ്റിസൺ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നമ്മൾ ടാക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ പെട്രോളിന് 50% ടാക്സ് കൊടുക്കുന്നുണ്ടല്ലേ. അതല്ല, പെട്രോൾ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇന്ന് 110 മേടിക്കേണ്ട പെട്രോൾ ചിലപ്പോൾ ഒരു 50 രൂപയ്ക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മേടിക്കാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ പകുതി പൈസയ്ക്ക് നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പൊ അതേപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണ്, ഒരു ഇൻഷുറൻസ് എടുക്കുകയാണ്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണ്, 18% എന്ത് കൊടുക്കുന്നുണ്ട്, ടാക്സ് കൊടുക്കുന്നുണ്ട്. 30% സാലറി എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് പിടിക്കുന്നുണ്ട്.
അതേപോലെ 28% GST ഓരോ പ്രോഡക്റ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഒരു വാഹനം മേടിച്ചാൽ 30% നമ്മൾ കൊടുക്കുന്നുണ്ട്. റോഡ് ടാക്സ് അതേപോലെ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ. ഇനി ചുമത്താൻ ഒരു സിനിമ നമ്മൾ കാണാൻ പോയാൽ പോലും അതിലും ഇത്രയും ടാക്സ് എന്ത് ചെയ്യുന്നുണ്ട്, പിടിക്കുന്നുണ്ട്. അപ്പോൾ ആസ് എ സിറ്റിസൺ നമ്മൾ അങ്ങോട്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോൾ തിരിച്ച് നമ്മുടെ ആൾക്കാർക്ക് ജോലി കൊടുക്കേണ്ടത് സ്റ്റേറ്റ് ആയിക്കോട്ടെ സെൻട്രൽ ആയിക്കോട്ടെ അത് ഗവൺമെന്റ് ഉത്തരവാദിത്തം തന്നെയാണ്. അവിടെ ഇത്രയും വേക്കൻസിയും എന്തുണ്ട്, ഒഴിവായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളിപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിലും ട്വിറ്ററിലും ബാക്കിയെല്ലാം ഒരു #, സ്ട്രൈക്കൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് വേക്കൻസി കൂടുമെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പൊ നിലവിൽ കൂടുമെന്നോ കൂടത്തില്ല ഒന്നും എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഈ വിഷയം എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഒന്ന് എസ്കലേറ്റ് ആയിട്ടുണ്ട്. സോ കൂടാനായിട്ട് നല്ലോണം ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഇപ്പൊ നമ്മൾ നേരെ ചെന്നൈയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അപ്പൊ ഇതിൽ ഒരുപാട് ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്തേക്കുന്നത് ചെന്നൈയിലാണ്. സോ ചെന്നൈയില് UR കാറ്റഗറി നോക്കുകയാണെങ്കിൽ 1,63,586 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ ബാക്കി ടോട്ടൽ വേക്കൻസി ബാക്കിയൊന്നും പറയുന്നില്ല. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോ നിലവിലെ ഒഴിവനുസരിച്ച്, അതായത് 32,000 ഒഴിവനുസരിച്ച് അപ്ലൈ ചെയ്തേക്കുന്ന 419 ഒരാൾക്ക് ജോലിയാണ്. പക്ഷേ ഈ 419 നമ്മൾ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആപ്ലിക്കൻസ് വെച്ച് നോക്കുമ്പോൾ 800 ഒരാൾക്ക് ജോലിയാണ്. അതേപോലെ LDയും ഏതാണ്ടൊക്കെ അതേപോലെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ പകുതിയാണ് നിലവിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇപ്പൊ ജനറൽ കാറ്റഗറിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 200 ഒരാൾക്ക് ജോലിയായിരിക്കും. OBC നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 300 ഒരാൾക്ക് ജോലിയായിരിക്കും. ഓക്കെ, മൊത്തത്തിൽ ആവറേജ് എടുക്കുകയാണെങ്കിൽ 419 ഒരാൾക്ക് ജോലി, അപ്ലൈ ചെയ്തേക്കുന്ന 419 ഒരാൾക്ക് ജോലി നിലവിലെ വേക്കൻസി അനുസരിച്ച്. അപ്പൊ ഇത് കൂടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്കറിയാം എന്തായാലും കൂടാനേ ചാൻസ് ഉള്ളൂ. ഒരു 50,000 ഇടാം, അല്ലെങ്കിൽ 60,000 ഇടാം. അപ്പം നമ്മളെ സാധ്യത എത്രയായിട്ട് മാറും, 200 ഒരാൾക്ക് ജോലിയായിട്ട് മാറും. ഓക്കെ, അപ്പൊ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും ഫോക്കസ്ഡ് ആവാതെ നല്ലൊരു ചാൻസ് ആണ്. 5 വർഷത്തിന് ശേഷം വന്നൊരു നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പൊ വന്നേക്കുന്നത്. ഈ വർഷം പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. റെയിൽവേ തന്നെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് എല്ലാ വർഷങ്ങളിലും എന്തുണ്ടാകും, നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. അതായത് ഇപ്പൊ അതിന്റെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു, ഏത് വന്നായിരുന്നു, ALP വന്നു. ഇനി അടുത്ത NTPC ഗ്രാജുവേറ്റ് വരും, NTPC അണ്ടർ ഗ്രാജുവേറ്റ് വരും, ഗ്രൂപ്പ് D വരും. വീണ്ടും ആ സൈക്കിൾ എന്ത് ചെയ്യും, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ മക്കളെ ഇപ്പൊ അപ്ലൈ ചെയ്ത ആൾക്കാരൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് ആണ്. ഇത്രയും വേക്കൻസി നിലവിലുണ്ട്, കൂടാനും നല്ല സാധ്യതയുണ്ട്. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് എന്തുണ്ട്, പ്രിപ്പറേഷൻ ആയിട്ട് നമുക്ക് സമയമുണ്ട്. അതായത് ജൂലൈ 26 ഒരു കേസ് കിടപ്പുണ്ട്. അപ്പോൾ ആ കേസ് കഴിഞ്ഞേ ചിലപ്പോൾ എന്ത് കാണത്തുള്ളൂ, എക്സാം കാണത്തുള്ളൂ. അതിനെക്കുറിച്ച് ഉറപ്പ് പറയുന്നില്ല. ചിലപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, മുമ്പിലോട്ട് മാറ്റാം, അവരുടെ തീരുമാനമാണ്. ഓക്കെ, അപ്പൊ മാത്രമല്ല ഇപ്പൊ പുതുതായിട്ട് സർക്കുലേറ്റ് ചെയ്ത ഒരു സാധനം അനുസരിച്ച് ഒരു കലണ്ടർ നിങ്ങൾ കണ്ടുകാണും. ഒഫീഷ്യൽ അല്ലാത്തൊരു കലണ്ടർ നിങ്ങൾ കണ്ടുകാണും. ഏതാണ്ട് 2 മാസമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗ്രൂപ്പ് D എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ജൂലൈക്ക് ശേഷമുള്ള ആ ഒരു സമയം, അല്ലെങ്കിൽ ഓഗസ്റ്റ് ഒക്കെ സ്റ്റാർട്ടിങ് തൊട്ട് അങ്ങോട്ട് ഒരു 2 മാസം കൊണ്ട് എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് D അവർ എക്സാം കവർ ചെയ്യാൻ പോകുന്നു. ഉറപ്പായിട്ടും അത്രയും സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ 1,10,00,000 ആൾക്കാരാണ് എന്ത് ചെയ്തേക്കുന്നത്, അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പൊ അത്രയും ആൾക്കാർക്കും എക്സാം സെന്റർ ഒക്കെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ചിലപ്പോൾ എന്ത് ചെയ്യാം, എക്സാം നീളാം. നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ച എക്സാം ആണല്ലേ, നേരത്തെ നടക്കുന്ന പ്രതീക്ഷിച്ച എക്സാം ആണ്. പക്ഷേ നീണ്ടു പോവുകയാണ്. അപ്പോൾ ഇത് തുടങ്ങാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇനിയും നല്ലൊരു ചാൻസ് ആണ്. പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് ആക്സലറേറ്റ് ചെയ്താൽ അടിപൊളി ചാൻസ് ആണ്. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക. ഇതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ. ഒന്ന്, നമുക്ക് ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം തന്നെ നമുക്ക് ജോലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മാത്രമല്ല നിങ്ങൾ സർവീസിൽ കയറുന്ന സമയത്ത് പുതിയ പേ കമ്മീഷൻ വരും. അപ്പൊ പേ കമ്മീഷൻ വരുമ്പോൾ നമ്മുടെ ബേസിക് സാലറി മാത്രം തന്നെ ഏതാണ്ട് 32,000 പ്ലസ് ബേസിക് സാലറി വരും. എല്ലാ ആനുകൂല്യങ്ങളും കൂടെ ചേർത്ത് 40,000 പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം, സാലറി മേടിക്കാം. ഒരു പക്ഷേ 45,000 പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം, സാലറി മേടിക്കാം. അവിടെ നമ്മൾ ചിന്തിക്കുക, ഇവിടെ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മേടിക്കുന്ന സാലറി എത്രയാണ്, 37,000 36,000 ഒക്കെ എന്ത് ചെയ്യുന്നത്, ജോലിയിൽ കയറുന്ന ഒരാൾ കയ്യിൽ മേടിക്കുന്ന സാലറി. അപ്പൊ അവിടെ കമ്പയർ ചെയ്ത് നോക്കുക, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനേക്കാൾ സാലറി എങ്ങനെയാണ്, കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഒറ്റ എക്സാം മാത്രമേ വരുന്നുള്ളൂ. CBT 1 എന്ന ഒരൊറ്റ എക്സാം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വരുന്നുള്ളൂ. ഒരു എക്സാം നന്നായിട്ട് എഫേർട്ട് കൊടുക്കുക. നമ്മൾ ആഞ്ഞു ശ്രമിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതിൽ സർവീസ് കയറുന്ന ഒരുപാട് ആൾക്കാർ അവിടെ തന്നെ നിൽക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ജോലി കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പൊ ബാക്കിയുള്ള സ്ഥലത്താണ്. അപ്പൊ അവർക്ക് മറ്റൊരു ജോലി കിട്ടുമ്പോൾ അവർ എന്ത് ചെയ്യും, അങ്ങോട്ട് പോകും. അപ്പൊ അവിടെ നമുക്ക് വീണ്ടും എന്താണ്, പോസിബിലിറ്റി കൂടുതലാണ്. അതിനുശേഷം അപ്ലൈ ചെയ്യുന്ന എല്ലാവരും പഠിക്കുന്നുണ്ടോ, ഇല്ല. അപ്ലൈ ചെയ്യുന്ന എല്ലാവരും പഠിക്കത്തില്ല, കുറച്ച് ആൾക്കാർ മാത്രമേ പഠിക്കത്തുള്ളൂ. അപ്പൊ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും, പോകും. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഈ ഗ്രൂപ്പ് D അപ്ലൈ ചെയ്തേക്കുന്ന ഒരുപാട് ആൾക്കാർ തന്നെ NTPC എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാടല്ല എല്ലാവരും NTPC എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട്. NTPCയുടെ ഗ്രാജുവേറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ALP അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുറെ ആൾക്കാർ എന്ത് ചെയ്യും, അങ്ങോട്ട് കയറി പോകും. അത് കഴിഞ്ഞ് കുറെ ആൾക്കാർ ഈ സെൻട്രൽ ഗവൺമെന്റിലെ ബാക്കിയുള്ള പോസ്റ്റുകൾ, CHSL ആയിക്കോട്ടെ, അതേപോലുള്ള പോസ്റ്റുകൾ എന്ത് ചെയ്യും, കുറെ ആൾക്കാർ അങ്ങോട്ട് പോകും. ഒക്കെ അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നന്നായിട്ട് നമ്മൾ പഠിച്ചാൽ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വർക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പഠിത്തം ഇപ്പോഴും ഒരു മന്ദഗതിയിലാണെങ്കിൽ നമ്മുടെ സൂപ്പർ നോട്ട്സ് ഇപ്പോൾ ഒരു അടിപൊളി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ്.
സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഈ 16-ാം തീയതി, അതായത് വരുന്ന തിങ്കളാഴ്ച നമ്മൾ ഒരു ഗ്രൂപ്പ് ഡിയുടെ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ക്രാഷ് ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളത് മാത്രം, അതായത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് മാത്സ്, റീസണിങ്, ദെൻ അത് കഴിഞ്ഞ് GK, അതിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ആ തരത്തിലൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. ചെറിയൊരു ഫീസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഒരു അടിപൊളി സ്റ്റഡി പ്ലാൻ ബാക്കി എല്ലാം ആയിരിക്കും അതിനകത്ത് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തേക്കുക. 8281223366 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്തോ, അടിപൊളിയായിട്ട് പഠിച്ചോ. ഇനിയും സമയമുണ്ട്, ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തിങ്കളാഴ്ച ക്ലാസ്സിൽ കാണാം. താങ്ക് യു മക്കളെ. ഈ വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി എക്സാം എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഏരിയാസ്, ഏത് മെറ്റീരിയലാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എക്സാമിന് എങ്ങനെ ക്രാക്ക് ചെയ്യാം, അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ സൂപ്പർ നോട്ട്സ് ഈ ജൂൺ 14-നും 15-നും ഒരു വർക്ക്ഷോപ്പ് നമ്മൾ കണ്ടക്ട് ചെയ്യണം. എങ്ങനെ ഈ എക്സാമിനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം, എങ്ങനെ ഈ വർഷം അവസാനം നമുക്ക് ജോലി കയറാം. ഓക്കെ, അപ്പൊ ഈ വർക്ക്ഷോപ്പിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കാം. ഉറപ്പായിട്ടും അതിനകത്ത് ഒരുപാട് ഗിഫ്റ്റും ബാക്കിയെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. സോ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാനായിട്ട് താഴെയുള്ള ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ജോയിൻ ചെയ്തേക്കാം. അതിന്റെ ലിങ്ക് താഴെ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കാം, ഈ വർഷം തന്നെ ജോലി കയറുക. സ്റ്റേ ഹൈ, ക്ലാസിക് ആണ്.